ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ ചില ലൈംഗിക വൈകൃതങ്ങളെ സംബന്ധിച്ച് ചില ഗ്രന്ഥങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഭയങ്കരമായ തെറിവിളിയും കൊലവിളിയും, എന്നെ കൊന്നേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. ഒരു കുഴപ്പമില്ല, ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞു തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളും മരിക്കില്ല എന്ന് തീരുമാനിച്ചാലും അയാളെ കൊല്ലാനും ബുദ്ധിമുട്ടാണ്. പിന്നെ മരിക്കാൻ ഭയമില്ലാത്തവരെ പേടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, തോൽപ്പിക്കാനും പറ്റില്ല. അതാണ്, കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റില്ല. ചില വസ്തുതകൾ നിരത്തി യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തെളിവുകൾ സംസാരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് തെറി വിളിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേരെ തെറി വിളിച്ചു മത്സരിക്കാം. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേൾക്കുന്ന ആളുകള് കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്, തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകളാണ്. അതുകൊണ്ട് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാത്തത്. പക്ഷേ ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ വേറെ മാർഗമില്ല. ശരി, അങ്ങനെ മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ വാടാ, നമുക്കൊക്കെ തെറി വിളിച്ച് തന്നെ മത്സരിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ? നമ്മളൊരു വസ്തുത പറയുമ്പോൾ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിലെ തെളിവുകൾ നിരത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതിന് മറുപടി പറയാൻ സാധിക്കാത്തത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അറിയില്ല, അതല്ലെങ്കിൽ അത്തരം ഒരു ഗ്രന്ഥങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ല, അത് തുറന്നു നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. കാരണം എന്താ? ഉറപ്പാണ് ഈ വസ്തുതകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകും. എങ്ങാനും ജാമിദ പറയുന്ന ആ പുസ്തകങ്ങൾ ഒന്ന് തുറന്നു നോക്കിയാല് ഈ വസ്തുതകൾ കണ്ണിൽ പെടില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു സംശയം വരത്തില്ലേ? അതുകൊണ്ട് തൽക്കാലം ആ ഗ്രന്ഥം നോക്കണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. മനസ്സിലായോ? ഇപ്പോ ചില ഖുർആൻ ആയത്തുകൾ ഇൻഡെക്സ് അടക്കം പറയുമ്പോൾ നിങ്ങൾക്കതൊന്ന് തുറന്നു നോക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഇത് തന്നെ കാരണം. ആ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അപ്പൊ ഇനിയിപ്പൊ തുറന്നു നോക്കിയാല് സമ്മതിച്ചു തരേണ്ടി വരും. ഇപ്പൊ ഇന്ന് പ്രവാചകന്റെ കരളിന്റെ കഷ്ണം എന്നറിയപ്പെടുന്ന മകളാണ് ഫാത്തിമ. ഫാത്തിമയെ ലൈംഗികമായി പ്രവാചകൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള വസ്തുതകളാണ്. ബിഹാറുൽ അൻവർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 43-ാം വോള്യത്തിലെ 78-ാമത്തെ പേജ് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ജാഫർ ഇബ്നു മുഹമ്മദിന്റെ നിവേദനത്തിൽപ്പെട്ട ഹദീസാണ് പറഞ്ഞത്. തന്റെ മകളായ ഫാത്തിമയുടെ മാറിടങ്ങൾക്കിടയിൽ എന്നും ഉറങ്ങുന്നതിന് മുമ്പായി മുഖമമർത്തിയിരുന്ന പ്രവാചകൻ എന്ന്. ഫാത്തിമയ്ക്ക് എത്ര വയസ്സുണ്ട് എന്നവിടെ പറഞ്ഞിട്ടില്ല, മുഹമ്മദിന് എത്ര വയസ്സുണ്ട് എന്നവിടെ പറഞ്ഞിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയുണ്ടാക്കിയ പുസ്തകമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ, എക്സ് മുസ്ലിങ്ങൾ, യുക്തിവാദികൾ, അതല്ലെങ്കിൽ നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ പുസ്തകങ്ങളിൽ ഉള്ളതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാമായിരുന്നു. ഒരു ജൂതനും ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയും? ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി എഴുതപ്പെട്ട ഈ പുസ്തകം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആൻ പറഞ്ഞു. ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഈ പ്രവാചകന്റെ മാതൃക അനുസരിച്ച് ഓരോ വിശ്വാസികളും അവനവന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറിടത്തിൽ ഉമ്മ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. ഈ മാതൃക പിൻപറ്റാൻ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ അനുവദിക്കുമോ? ഇന്നത്തെ നിയമം നിങ്ങളെ അനുവദിക്കുമോ? അപ്പൊ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായി നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ വസ്തുതകൾ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഈ പുസ്തകം ആധികാരികമായി നിങ്ങൾ പരിശോധിക്കണം. ഇത് ഇസ്ലാമിക ഗ്രന്ഥമാണ് എന്ന് അംഗീകരിച്ച അതോറിറ്റി ഞാനോ എൻ്റെ വീട്ടുകാരോ അല്ല. ഏതെങ്കിലും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളോ യുക്തിവാദ പ്രസ്ഥാനങ്ങളോ ഇസ്ലാം മത വിമർശകരോ അല്ല.
അപ്പോൾ ഈ പുസ്തകം ഓതറൈസ്ഡ് ആയി ഇസ്ലാമിന്റെ ഗ്രന്ഥമാണ് എന്ന് അംഗീകരിച്ച ആളുകളുടെ കഴുത്തിനാണ് നിങ്ങൾ പിടിക്കേണ്ടത്, നമ്മുടെ കഴുത്തിനല്ല. ഇത് തുറന്നു പറയുമ്പോൾ നിങ്ങൾ വെകിളി കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വസ്തുതകൾ ഇത്രയും കാലവും നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചില്ലേ, വിശ്വാസികളിൽ നിന്നും മറച്ചു വെച്ചില്ലേ? ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്, അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ഞാന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുവരെ നടത്തിയിട്ടുള്ളതെല്ലാം സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ്. പൂരമിനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണെന്നും പറഞ്ഞ് കുറെ ഉസ്താദുമാർ അത് കൊണ്ടുപിടിച്ച് ആഘോഷിച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടങ്ങളും ദാരിദ്ര്യവും ലോകത്തുള്ള സകലമാന മനുഷ്യന്മാർക്കും ഉണ്ടാകും. കോടീശ്വരന്മാർക്കും ഉണ്ടാകും, ദരിദ്ര പാമരന്മാർക്കും ഉണ്ടാകും. കോടീശ്വരന്മാർക്ക് കോടികളുടെ ആവശ്യമാണെങ്കിൽ ദരിദ്ര പാമരന്മാർക്ക് ആയിരങ്ങളുടെ ആവശ്യമായിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാന്റെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കും. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പണയം വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെക്കാൻ ശ്രമിക്കും, നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടണ്ടല്ലോ എന്ന് കരുതി. അതിപ്പോ അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് കരുതി കൊണ്ടുപിടിച്ച് നിങ്ങൾ ആഘോഷിച്ചപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന 5 നേരം നമസ്കരിക്കുന്ന ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ, പ്രതിസന്ധികൾ. ബാലുശ്ശേരിയുടെ സൗണ്ട് പോയി, അയക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണ്. അബ്ദുൽ നാസർ മദനിദ രോഗങ്ങളുമായിട്ട് അനുഭവിക്കുന്നു, AP കാന്തപുരം അനുഭവിക്കുന്നു. ഇവർക്കൊക്കെ അള്ളാഹു കൊടുത്ത ശിക്ഷയാണെങ്കിൽ എനിക്കും അള്ളാഹു തന്ന ശിക്ഷയാണ്. അള്ളാഹു അവർക്കൊക്കെ കൊടുക്കുമ്പോൾ പരീക്ഷണവും നമുക്കൊക്കെ തരുമ്പോൾ ശിക്ഷയും. അത് എവിടത്തെ ന്യായമാ? അനാവശ്യമായി എന്നെ ഈ വിഷയത്തിലേക്ക് വീണ്ടും വലിച്ചിട്ടതാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ എൻ്റെ പാട്ടിന് വിട്ടിരുന്നെങ്കിൽ ഇസ്ലാമിനെ തുടർന്ന് വിമർശിക്കാനോ ഒന്നും ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. പൊതുവായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകുമായിരുന്നു. കുറേ ആയിട്ട് ഇസ്ലാമിനെ ഞാൻ വിമർശിക്കാറില്ല. ഖുർആനും ഹദീസും ഒന്നും കോട്ട് ചെയ്ത് സംസാരിക്കാതെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പിടിച്ചു നിന്ന് പോയതാ. വീണ്ടും എന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിട്ടപ്പോൾ എനിക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പബ്ലിക്കിനോട് സംസാരിക്കേണ്ടി വന്നതാ. ഒന്നും ഞാൻ ആരോപണമായിട്ട് പറഞ്ഞിട്ടില്ല, വിമർശനങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നബിയുടെ ഭാര്യയായ കുഞ്ഞൈഷ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താരിഖ് ബാഗ്ദാദ് ഓഫ് അൽ ബാഗ്ദാദി ഹദീസ് നമ്പർ 1739 ഉർവബിന് അൽ സുബൈർ അയാൾ നിവേദനം ചെയ്ത ഹദീസാണ്. ആയിഷ ചോദിക്കുക, പ്രവാചകരെ എന്താണിത്? എത്ര മ്ലേച്ഛമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഫാത്തിമ താങ്കളുടെ അടുക്കൽ വരുമ്പോൾ താങ്കൾ എന്തിനാണ് നാക്ക് മുഴുവനായി അവളുടെ വായ്ക്കകത്തേക്ക് ഇടുന്നത്? ലോകത്തെ ഏതെങ്കിലും പിതാവ് ചെയ്യുന്ന കാര്യമാണോ? ലോക ചരിത്രത്തിൽ ആദ്യമായി പ്രവാചകന്റെ ഇത്തരം രതിക്രീഡകളെ ആദ്യമായി വിമർശിച്ചതും അള്ളാഹുവിനെ പോലും വിമർശിച്ച് തോൽപ്പിച്ച വ്യക്തിയും ആയിഷയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആനിൽ ഇങ്ങനെ നബിക്ക് ഏത് പെണ്ണിനോട് ഇഷ്ടം തോന്നിയാലും ആ പെണ്ണ് നബിക്കുള്ളതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു. അള്ളാഹു ആകാശത്ത് നിന്ന് ആയത്തിറക്കി, ശരി നിനക്ക് മാത്രമായി തന്നതാണ് മുഹമ്മദേ ആ നിയമം, എല്ലാ രൂപത്തിലുള്ള പെണ്ണുങ്ങളെയും മുഹമ്മദിന് അനുവദിച്ച് നൽകിയപ്പോൾ ആയിഷ വിമർശിച്ചുകൊണ്ട് ചോദിക്കാറില്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ പടച്ചോൻ ഭയങ്കര ധൃതിയുള്ളവനാണ് എന്ന്. സ്ത്രീകളോട്, പ്രവാചകന്റെ ഭാര്യമാരോട് നിങ്ങളുടെ മൂടുപടം മാറിലൂടെ താഴ്ത്തിയിട്ട് നിങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞപ്പോൾ ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം ചെയ്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച വ്യക്തി കൂടിയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, നബി വിമർശകയായ, അള്ളാഹുവിനെ നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്ത വ്യക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിഷ.
എന്നിട്ട് ആയിഷ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഫാത്തിമയെ കാണുന്ന സമയത്ത് അവളുടെ വായ്ക്കകത്തേക്ക് നാക്കിടുന്നത്? അവളുടെ തേൻ നുകരാനല്ലേ നിങ്ങൾ അത് ചെയ്യുന്നത്? അപ്പൊ നബി പറയാണ് ആയിഷയോട്, ഞാൻ പണ്ട് ആകാശയാത്ര നടത്തിയത് നിനക്ക് ഓർമ്മയില്ലേ? അതെ, ജിബ്രീൽ എനിക്കൊരു ആപ്പിൾ കഴിക്കാൻ തന്നു. അത് ഞാൻ തിന്ന സമയത്തെ അത് എൻ്റെ ഭാഗമായിട്ട് മാറി. തിരിച്ചു വന്ന് ഞാൻ ഖദീജയുമായിട്ട് ബന്ധപ്പെട്ടപ്പോണ്ടായ കുട്ടിയാ ഫാത്തിമ. കാരണം ഇല്ല, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ മുഹമ്മദിന് കുട്ടിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ലോകത്ത് എവിടെ കുട്ടി ഉണ്ടായാലും എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കുട്ടിയാണെന്ന് പറയുമല്ലോ. അതുപോലെ എത്ര ഭാര്യമാരുണ്ടായിട്ടുണ്ട്, എത്ര ഭാര്യമാര് പ്രസവിച്ചിട്ടുണ്ട്. ഖദീജ ആണെങ്കിൽ മുമ്പുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് 2 പേരിൽ നിന്നും പ്രസവിച്ചിട്ടുണ്ട്. രണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും ഡിവോഴ്സ് ആയ ആളാണ് ഖദീജ. മുഹമ്മദിന്റെ വേറെ ഒരു ഭാര്യയും പ്രസവിച്ചിട്ടില്ല. ഒരു അടിമപ്പെണ്ണുണ്ട്, മാരിയത്തിൽ കിബിത്തി. അവളൊരു കുട്ടിയെ പ്രസവിക്കുകയും ആ കുട്ടിയെ മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോ നബി പറയാണ്, അങ്ങനെ കിട്ടിയതാണ് ഫാത്തിമയെ. ആപ്പിളിന്റെ തുള്ളിയിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അവളും സ്വർഗകന്യകയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെ പറ്റിയുള്ള നീണ്ട യാത്ര ഓർക്കുന്ന സമയത്ത് ഞാൻ അവളെ ചുംബിക്കുന്നത് എന്നൊരു പിതാവ് പറയാ. ലോകത്തിന് മാതൃകയായ, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യനും മാതൃകയായ ഒരു നബി പറയുന്നതാണ്. ഇതിന് പീഡോഫീൽ എന്നല്ലാതെ എന്താ പറയാ? ഇതേ മകള് പ്രസവിച്ച തന്റെ ചെറുകുട്ടിയെ ഹസന്റെ വായിലും അതുപോലെ മുഹമ്മദ് നബി നാക്ക് കയറ്റിയിരുന്നു എന്നും അവന്റെ നാക്കുറിഞ്ചുകയും ലിംഗം വായിലിട്ടതായും പ്രതിപാദിക്കുന്ന ഹദീസുകൾ എമ്പാടുമുണ്ട്. സ്വഹീഹായ ഹദീസ് തന്നെയാണ്, തള്ളാൻ നിൽക്കണ്ട. ലൈഫാണെന്ന് പറഞ്ഞ് അതിനെ വളച്ചൊടിക്കാനും നിൽക്കണ്ട. 6 വയസ്സുകാരിയായ ആയിഷയെ വിവാഹം കഴിച്ച് 9 വയസ്സിൽ ഭോഗിച്ച ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുള്ള ഉമ്മു ഹബീബ എന്ന കുഞ്ഞിനെ നോക്കി, ഇവള് സുന്ദരിയാണ്, കുറച്ചുകൂടി പ്രായമാകുമ്പോൾ, അതായത് 6 വയസ്സാകുമ്പോ ഞാൻ ഇവളെ വിവാഹം കഴിക്കും, ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണിത്. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല, സംശയമില്ല. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക ചരിത്രകാരന്മാരും മുഹദ്ദിസുകൾ, അതായത് ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ, ഖുർആൻ വ്യാഖ്യാതാക്കളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നതെല്ലാം. അബ്ബാസിന്റെ പിഞ്ചു കുഞ്ഞായിരുന്നു ഉമ്മു ഹബീബ. ഈ ഉമ്മു ഹബീബ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിലിഴഞ്ഞു കളിക്കുന്ന പ്രായമാണ്. അവള് കന്യകയാകുന്നതുവരെ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് ഇബ്നു ഇഷാഖ് റിപ്പോർട്ട് ചെയ്യുന്ന, സുഹൈൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു ഇഷാഖിലുണ്ട് 2:29. ഇനി എന്ത് വേണം തെളിവായിട്ട്? നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഒരിക്കലും കാമം തോന്നാറില്ല. നമുക്ക് ആ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളാണ് എന്ന പരിഗണന തന്നെ തോന്നാറുള്ളൂ. ഇങ്ങനെ ഒരു പൈതലിനെ കണ്ടപ്പോൾ കാമം ജനിക്കുവാണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ ലോക ചരിത്രത്തിൽ ഉടനീളം ഉത്തമ മാതൃകയായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ അങ്ങ് കണ്ടോ, നമുക്ക് പറ്റില്ല. ഒരു പക്ഷേ ഇസ്ലാമിന് ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ്. മനസ്സിലായ? ഈ ഹദീസുകളൊക്കെ എഴുതി രേഖപ്പെടുത്തുകയും ഇത് വായിച്ചു നോക്കാതെ ഇനി വരുന്ന ഒരു സമുദായത്തിന്, സമൂഹത്തിന്, ലോക ചരിത്രത്തിന്, യുവാക്കൾക്ക്, യുവതികൾക്കിടയിൽ ഇത് ചർച്ചയാകുമെന്നും ഇന്റർനെറ്റ് യുഗമാണ് വരാൻ പോകുന്നതെന്നും തിരിച്ചറിയാതെ പോയ ആ പടച്ചോനെ നിങ്ങൾ അദൃശ്യജ്ഞാനി എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമിന് ഇങ്ങനെ സോഷ്യൽ മീഡിയ എയറിൽ നിർത്തുമെന്ന് പടച്ചോനറിയില്ല. പടച്ചോനറിയില്ല, പടപ്പുകൾക്കും അറിയില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഈ പുസ്തകങ്ങളിൽ ഇത്തരം വസ്തുതകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇതിനകത്തുള്ള ഹദീസുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ, മുസ്ലിം ലോകം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം, എന്ന് അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിന്ന് തെറി വിളിക്കണം. അതല്ലാതെ ഈ വസ്തുതകൾ പറയുന്ന സമയത്ത് നിങ്ങൾ തെറി വിളിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? കളവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഒരു സമൂഹത്തെ മുഴുവനും നമുക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? അതോ മുസ്ലിം സമുദായം, പെട്ടെന്ന് വികാരം വ്രണപ്പെട്ടു പോകുന്ന ഒരു സമുദായം, ഉള്ള കാര്യം പറയുമ്പോ നിങ്ങൾക്ക് തുള്ളലുണ്ടായിട്ട് കാര്യമില്ല. ലൗലി ഡൂഡോ ബേർഡ്, നിന്റെ തള്ള കേട്ടാ. മൂസ മുക്താർ പോടി മുല, നീ പോയി ഒരു കാര്യം ചെയ്, മുല കുടിച്ച് ബന്ധം സ്ഥാപിക്ക്.
പ്രവാചകൻ അങ്ങനെയായിരുന്നു. പ്രായപൂർത്തിയായ ആളുകളും ഒക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, നിന്റെ ഭാര്യയും പെങ്ങളും ഉമ്മയും ഒക്കെ ആരെങ്കിലുമായിട്ട് മുലകുടി ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്ന് പോയി നോക്കടാ. അപ്പോ എന്താണ് ഷറഫു, നല്ലോണം ചിന്തിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ ആദ്യം പരിശോധിക്കുക. ഈ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് വാടാ തെണ്ടികളെ, തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ, നമുക്ക് തെറി വിളിച്ചു മത്സരിക്കാം. എന്താ നീയൊക്കെ തെറി വിളിക്കുന്ന സമയത്ത് ആ തെറി കേട്ടോണ്ട് നിൽക്കുന്നത് നിന്നെയൊക്കെ ഭയന്നിട്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? എടാ, മുഹമ്മദിന്റെ സംസ്കാരം എന്താണ് എന്ന് ലോകമൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നെയൊക്കെ കയറൂരി വിട്ടിരിക്കുന്നതാ കേട്ടാ. അല്ലാതെ നിന്നെയൊക്കെ പേടിച്ചിട്ടല്ല. ഇത്തരം വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു പറയാൻ നിർബന്ധിതമാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളാണ്. ഒന്നും ആയിട്ടില്ല മക്കളെ, ഇനിയുമുണ്ട് വേറെ വരാൻ. ലോക ചരിത്രത്തിൽ മുഹമ്മദിന്റെ ആളുകളെ കണ്ടാൽ ജനങ്ങൾ കല്ലെറിയുന്ന രൂപത്തിലുള്ള വചനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ റഫറൻസ് സഹിതം ഞാനത് പുറത്തുവിടും. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്തെന്നറിയോ? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യസന്ധമായ വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് തെറിവിളികളാണെങ്കിൽ തിരിച്ചും തെറിവിളി കിട്ടും കേട്ടോ, ഒരു സംശയവുമില്ല. ജുബൈർ, ആടാ കയ്യിൽ ഒരു മയിലും ഇല്ല. ആ ഉള്ള മയിലാടാ അതാണ് ഇപ്പൊ എടുത്ത് വെളിയിലിട്ടിരിക്കണം. നീ കണ്ടില്ലേ? ഒരു തന്ത മോളോട് ചെയ്ത ധീരകൃത്യമാ, കണ്ടില്ലേ? സ്വന്തം മകളുടെ നാക്ക് മുഴുവനും ഉറിഞ്ചിയെടുക്കുന്ന പ്രവാചകൻ. കൊള്ളാം. ഇതെന്താടാ കമ്പിക്കഥയോ? ലോക ചരിത്രത്തിൽ മുഴുവനും ജനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള നബി സ്വന്തം മോളോട് ചെയ്യുന്നതാ. ലോകത്തൊരു തന്തയ്ക്കും പറ്റില്ലടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. മനസ്സിലായ? ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാണിച്ച്, സ്വഹീഹായ ഹദീസുകളും ഖുർആൻ വചനങ്ങളും ചൂണ്ടിക്കാണിച്ച് ചില വസ്തുതകൾ പറയുമ്പോൾ നിനക്കൊക്കെ തെറിവിളികൾ മാത്രമേ ഉള്ളൂ. കാരണം എന്തെന്നറിയാമോ? അത്രയ്ക്കുള്ള വിവരമേ നിനക്കൊക്കെ ഉള്ളൂ. ഇത്തരം ഹദീസുകളും ഇത്തരം ഖുർആൻ വചനങ്ങളും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഉസ്താദുമാരും പഠിപ്പിച്ചിട്ടില്ല, ഒരു പുരോഹിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഭയമായിരുന്നു ഇതെടുത്ത് പുറത്തു പറയാൻ. കാരണം പെട്ടെന്ന് വികാരം വ്രണപ്പെട്ടു പോകുന്ന മുറിയന്മാരായിട്ടുള്ള കാക്കാമാർ എങ്ങനെ നമ്മളോട് പ്രതിരോധിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഇന്ന് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കേരളത്തിലെ വലിയ ഒരു ശതമാനം തലകൾ നീയൊക്കെ കൊയ്യേണ്ടി വരുമടാ. അല്ലാതെ എന്നെ ഒരാളെ ഇല്ലാതാക്കിയത് കൊണ്ട് നിന്റെ ഒന്നും ഈ കാമഭ്രാന്തന്റെ മതമൊന്നും നിലനിൽക്കില്ല. സ്വന്തം മോളോട് പോലും ഈ രൂപത്തിൽ മോള് പ്രസവിച്ച കുട്ടിയുടെ ലിംഗം വായിലിടുക, ഇത്രയധികം പെണ്ണുങ്ങളും ഇത്രയധികം ലൈംഗിക അടിമകളും ശരീരം ദാനം കിട്ടിയ പെണ്ണുങ്ങളും കൂടെ ഉണ്ടായിട്ടും ഈ കാമഭ്രാന്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളുന്നതിൽ ഒരു അത്ഭുതവും നമ്മൾ ആരും കാണുന്നില്ല. എങ്ങനെയാണ് ഇത്രയും കാലവും ഈ മതം നിലനിന്നത്? എങ്ങനെയാണ് ഇത് അതിജീവിച്ചത്? എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് എതിർ ശബ്ദങ്ങളെ ഇസ്ലാം എല്ലാ കാലത്തും ഭയപ്പെട്ടിരുന്നു. ചോദ്യങ്ങളെ എല്ലാ കാലത്തും ഇസ്ലാം ഭയപ്പെട്ടിരുന്നു. തിരിച്ചു ചോദിക്കുന്ന ആളുകളെ, വിമർശിക്കുന്ന ആളുകളെയൊക്കെ കൊന്നുമില്ലാതാക്കിയും മാത്രം നിലനിന്നിരുന്ന ഒരു മതത്തിന്റെ വക്താക്കളായതുകൊണ്ട് അബു അഫാഖ് എന്ന് പറയുന്ന 104കാരൻ നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി. തലവേറെയും ഉടലുവേറെയുമാക്കി പ്രവാചകൻ. എന്തേ ഇത്ര അസഹിഷ്ണുത? എന്തേ വിമർശനങ്ങളെ ഇങ്ങനെ ഭയക്കുന്നത്? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ എതിർ ശബ്ദങ്ങളോടുള്ള വിമർശനം കാലാകാലമായിട്ടുണ്ട്. സംവാദം ഇസ്ലാമിന്റെ രീതിയല്ല. സംവാദത്തെ എപ്പോഴും ഭയത്തോടുകൂടി മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. കാരണം എതിർ ശബ്ദങ്ങൾ ഇവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹും അവന്റെ റസൂലും ശരിയാണ് എന്ന് അംഗീകരിച്ചതിനെ ശരിയായിട്ട് അംഗീകരിക്കണം.
തെറ്റാണ് എന്ന് നിരാകരിച്ചതിനെ തെറ്റാണ് എന്ന് നിരാകരിക്കണം. ഇസ്ലാം എന്ന മതത്തെ മതമായി സത്യമതമായിട്ട് അംഗീകരിക്കണം. ഇത് മൂന്നും ചെയ്യാത്തവരോട് യുദ്ധം ചെയ്യണം, അവരെ അങ്ങ് ഇല്ലാതാക്കിയേക്കുന്നു. അങ്ങനെ ഇല്ലാതാക്കിയാലൊന്നും തീരുന്നതല്ല ഇത്. ചോദ്യങ്ങളെ, വിമർശനങ്ങളെ, എതിർ ശബ്ദങ്ങളെ മതപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേരിടണം. ഞാൻ മുന്നോട്ട് വെക്കുന്നത് മതപ്രമാണങ്ങളാണ്. ഇൻഡെക്സ് അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തേ അത് ഇസ്ലാമിക പ്രമാണത്തിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? ഇത്രയധികം പ്രഹരം ഇസ്ലാമിനെ ഏൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല അല്ലേ? കുറച്ച് പൊട്ടന്മാരും മണ്ടന്മാരുമായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, മതത്തെ സംബന്ധിച്ച് ബേസിക് അറിവ് പോലും ഇല്ലാത്ത ചില കീടങ്ങൾ വന്ന് തെറി വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും കൊല വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അത്ഭുതമില്ല. ഇതൊക്കെ കണ്ടിട്ടും എന്തേ മത പൗരോഹിത്യം മിണ്ടാതിരിക്കുന്നത്? അവർക്കറിയാം മിണ്ടിപ്പോയാൽ പ്രശ്നമാണ്. മറ്റു മതങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, മറ്റു മതങ്ങളെ വിമർശിക്കുന്നുണ്ടല്ലോ, പരിഹസിക്കുന്നുണ്ടല്ലോ. യേശു വ്യഭിചാരപുത്രനാണെന്ന് പറയുന്നുണ്ടല്ലോ, ഗണപതി മിത്താണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലേ? നിങ്ങളുടെ മതത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടു പോകുമല്ലേ? എന്താണ് ഈ മതം മുന്നോട്ട് വെക്കുന്ന പ്രവാചകൻ? എന്താണ് മതം മുന്നോട്ട് വെക്കുന്ന പടച്ചോൻ? ജനങ്ങളൊന്ന് അറിയട്ടെ. അള്ളാഹുവിനെ എതിർക്കുകയോ നബിയെ എതിർക്കുകയോ ചെയ്യുന്നവരോട് അസഹിഷ്ണുതയോടുകൂടി കാണുകയും ചോദ്യങ്ങളെ ശാരീരികമായ ആക്രമണങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്ത് ഭീഷണിയിലൂടെ ചോദ്യകർത്താവിനെ ഭയപ്പെടുത്തി ചോദ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചോദ്യം മാത്രമേ അവിടെ നിലനിൽക്കൂ. ചോദ്യകർത്താവ് ചിലപ്പോൾ ഇല്ലാതാകും. ചോദ്യകർത്താവിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയും നിഷ്പ്രയാസം. ചോദ്യം നിലനിൽക്കും. ഇനി വരുന്ന ഒരു തലമുറ അതേ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് അറിയണം. മറ്റുള്ളവരുടെ അത് അറിയാനുള്ള അവകാശത്തെ നിങ്ങൾ അസഹിഷ്ണുതയോടുകൂടി ആയുധമെടുത്ത് നിഷേധിക്കേണ്ട കാര്യം എന്താ? അവരറിയട്ടെ. അവരുടെ മതപ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ ആരും പഠിക്കരുതെന്ന് അവര് ശഠിച്ചിട്ടില്ലല്ലോ. അവര് പഠിക്കാൻ തന്നെയല്ലേ പറയുന്നത്. ഇപ്പൊ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഭഗവത്ഗീതയും രാമായണവും ബൈബിളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കട്ടെ. പക്ഷെ എന്തേ അമുസ്ലിങ്ങളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പാടില്ല? അവരത് പഠിക്കാൻ പാടില്ല? ഇസ്ലാമിന്റെ ഇമേജ് തകർന്നു പോകുമോ? നിങ്ങൾക്ക് ഭയം തുടങ്ങിയോ? ഇസ്ലാമിനെ മറ്റുള്ളവർ പഠിക്കുമ്പോൾ, ഇസ്ലാമിനെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ, ആധികാരികമായി ഇസ്ലാമിക വിമർശനങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നൂപുർ ശർമ്മ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നബിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. വളരെ 3 പോയിന്റുകൾ പറഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ 50ഓളം രാജ്യങ്ങൾ ഇളകി മറിയുന്നു. എന്തിനെ? ഭൂമി പരന്നതാണ് എന്ന് ഇസ്ലാം പറഞ്ഞതല്ലേ? ബുറാഖിന്റെ ചരിത്രം ഇസ്രാ എന്ന നിശാപ്രയാണം എന്ന ഒരു അധ്യായത്തിൽ ഉടനീളം ആ കഥ തന്നെയല്ലേ പറയുന്നത്? സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്ന പ്രവാചകനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നില്ലേ? ഖുർആൻ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചു വന്നപ്പോൾ ഉരുത്തിരിഞ്ഞ രൂപമല്ലേ സുന്ദരിയായ അടയാഭരണങ്ങളോടുകൂടി നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഔറത്ത് പോലും മറക്കാതെ പാതി നഗ്നത വെളിവാക്കിയ ഒരു പെണ്ണ്. ആ പെണ്ണിനെ കണ്ട മാത്രയിൽ നബി ചാടിക്കേറി. എപ്പോഴും മരണം മുമ്പിൽ കണ്ട് പേടിച്ചു പതറിപ്പോകുന്ന നബി ഒന്ന് തുമ്മിയാൽ പോലും അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് ഞാനിപ്പം മരിച്ചു പോകുമായിരുന്നു എന്ന് ഭയപ്പെട്ടിരുന്ന നബി, പുറത്തു പോയെന്ന് മൂത്രമൊഴിക്കാൻ പോലും ഭയമായിരുന്നു നബിക്ക്. കാരണം ശത്രുക്കൾ വീട് വളയും. കട്ടിലിന്റെ അടിയിൽ ബക്കറ്റ് വെച്ചിട്ട് മൂത്രമൊഴിച്ചിരുന്ന നബി, അത്രയ്ക്കും ഭയപ്പാടോടുകൂടിയായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. ഈ ചരിത്രങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഈ ഭയം എവിടെ നിന്നുണ്ടായതാ? ഇപ്പൊ മനസ്സിലായോ? എല്ലാ മതങ്ങളെ കുറിച്ചും എല്ലാ വിമർശനങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ പഠിക്കട്ടെ, അവര് ചോദ്യങ്ങൾ ഉന്നയിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? നിങ്ങളുടെ അസഹിഷ്ണുത കാരണമല്ലേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ജനങ്ങളോട് പറയേണ്ടി വരുന്നത്, ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കിക്കേണ്ടി വരുന്നത്. നൂപുർ ശർമ്മ പറഞ്ഞതിന് എന്താ തെറ്റ്? 6 വയസ്സുകാരിയെ നബി വിവാഹം കഴിച്ചു എന്നുള്ളത് ശരിയല്ലേ?
9 വയസ്സിൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ശരിയല്ലേ? നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്ന വസ്തുതകൾ മാത്രമല്ലേ ആ പെണ്ണ് പറഞ്ഞിട്ടുള്ളൂ. അവര് BJP ആയിപ്പോയി, സ്ത്രീ ആയിപ്പോയി, കാഫിറായിപ്പോയി, അതുകൊണ്ട് അവർക്കത് പറയാൻ പാടില്ല എന്നുണ്ടോ? ഇത് ജനാധിപത്യ സ്വതന്ത്ര ഭാരതമാണ്. ഇവിടെ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകണം. വിമർശനങ്ങൾക്ക് അന്യമല്ല ആരും, വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹത്തെ വിമർശിച്ചു, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിന്റെയോ പേരിൽ ഒരാളെയും അദ്ദേഹം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ? ജനാധിപത്യത്തെ മാനിക്കുന്നത് കൊണ്ടാണ്. മുഹമ്മദ് നബി ഇസ്ലാമിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ സമാധാന മതം എന്ന ആശയത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് ലോക അവസാനം വരെയുള്ള പ്രവാചകനെന്നും എന്നെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നും നിർബന്ധപൂർവം നമ്മുടെ തലയിലേക്ക് ചില വസ്തുതകൾ കെട്ടിവെക്കുമ്പോഴാണ് കാലാനുസൃതമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടുന്ന ഒരു മതമല്ലേ ഇത്? കാലാനുസൃതമായി മാറണ്ടേ? എല്ലാ കാലഘട്ടത്തിനുമുള്ള ജനങ്ങൾക്കു വേണ്ടി ഇറങ്ങിയ ഈ ഗ്രന്ഥം എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത ഒരുപാട് വചനങ്ങൾ അതിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്? അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തെറിവിളിയും കൊലവിളിയും. ഒരു വസ്തു കൂടി ഞാൻ പറഞ്ഞുതരാം. ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത്. അള്ളാഹു എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കേ. സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയില്ല. ആകാശവും ഭൂമിയും ഏറെക്കുറെ നമുക്കറിയാം. ആകാശം ഉണ്ടാക്കിയത് അല്ലാഹു, ഭൂമി ഉണ്ടാക്കിയത് അല്ലാഹു. അപ്പൊ അല്ലാഹു എവിടെയായിരുന്നു? സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഇത് ചോദിച്ചതിന് എനിക്കൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്, ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അതായത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവന്റെ സിംഹാസനം വെള്ളത്തിന് മീതിയാണെന്ന്. എന്താ? ഭൂമിയിൽ വെള്ളം ഉൾപ്പെടത്തില്ലേ? കടൽ ഉൾപ്പെടത്തില്ലേ? ആലോചിച്ച് നോക്കാം. തിരിച്ചെതിർ ശബ്ദങ്ങൾ ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ. അങ്ങനെ അവൻ ഏടുകളിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയെന്ന്. ആകാശഭൂമികളെ അങ്ങനെ സൃഷ്ടിച്ചെന്ന് ബുഖാരി 4-ാം മൂല്യം 54-ാം അധ്യായത്തിലെ 414-ാമത്തെ ഹദീസാണ്. ഇത് എന്ത് ഈ പറയുന്നേ? എന്തുവാ ഈ പറയുന്നേ? ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നെന്ന്. അപ്പൊ അള്ളാഹു എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യമില്ലേ? ആദ്യം ആകാശമാണ് സൃഷ്ടിച്ചതെങ്കിൽ പടച്ചോൻ എവിടെയായിരുന്നു? ആദ്യം ഭൂമിയാണ് സൃഷ്ടിച്ചതെങ്കിൽ പടച്ചോൻ എവിടെയായിരുന്നു? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഇതൊക്കെ തുടക്കം മുതലേ ഉള്ളതാണ്. ആയിഷയുടെ വിവാഹം പറഞ്ഞ് നിങ്ങൾ കുറെ കാലമായി ഇസ്ലാമിന് പ്രഹരമേൽപ്പിക്കുന്നു, ഇതിന് മറുപടി താ. പിന്നെ ചോദിക്കില്ലല്ലോ. ആയിഷയുടെ കല്യാണം പറഞ്ഞ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഒക്കെ വിമർശിക്കുന്നുണ്ട് ഒരു കൂട്ടര്. നിങ്ങൾ പറ, അതൊരു അബദ്ധമാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇത്തരം വസ്തുതകൾ എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയില്ല. ഇസ്ലാമിന്റെ ശത്രുവാണോ മിത്രമാണോ ഹദീസുകൾ എഴുതിയത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ പ്രമാണത്തെ ഞങ്ങൾ വിശ്വാസ പ്രമാണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നങ്ങ് പറ. നിങ്ങളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ പുസ്തകം തട്ടിക്കളയുമായിരുന്നല്ലോ എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ ഉറക്ക കര. അങ്ങനെയെങ്കിലും മുസ്ലിം പൗരോഹിത്യം ഈ പുസ്തകങ്ങളെ തട്ടിക്കളയട്ടെ, തള്ളിക്കളയട്ടെ. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകൻ ജീവിച്ചിരുന്നതെങ്കിൽ എത്ര പേരെ കൊലക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു? എതിർ ശബ്ദങ്ങൾ സ്വാഭാവികമായിട്ടും നബിയല്ല, നബിയുടെ മൂത്താപ്പോ ഉണ്ടെങ്കിലും ശരി, നമ്മൾ ഈ വിഷയങ്ങൾ ചോദിക്കും. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഒരു സംശയവും ഇല്ല. അപ്പൊ ആ ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ എത്ര കണ്ട് ശ്രമിച്ചാലും ശരി, ഇസ്ലാം അങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെടുമെന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. ചോദ്യങ്ങളെ നിങ്ങൾ വിമർശിച്ചാല്, എതിർ ശബ്ദങ്ങളെ നിങ്ങൾ അസഹിഷ്ണുതയോടുകൂടി കണ്ടാല് ഇസ്ലാം അങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇസ്ലാം സുരക്ഷിതമാകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് നബി പഠിപ്പിച്ചു. നബിയുടെ എത്ര ഭാര്യമാര് കൂടുതൽ പ്രസവിച്ചു? മരുന്നിന് വേണ്ടിയെങ്കിലും ഒരെണ്ണം പ്രസവിച്ചോ? ഖദീജ പ്രസവിച്ചത് മുഹമ്മദിന്റെ കുട്ടിയാണെന്നുള്ളത് എന്താ ഉറപ്പ്? എന്നാ പിന്നെ ഇത്രയധികം പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ആരെങ്കിലും ഒരാൾ പ്രസവിക്കണ്ടേ?
ഭാര്യമാരുടെ നീണ്ട നിര, അടിമപ്പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ, 11 ഭാര്യമാര്. അവരുമായിട്ട് രാത്രിയും പകലും 1 മണിക്കൂർ കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്ര. എന്നിട്ടോ പ്രസവിച്ചത് ഖദീജ മാത്രം. നബിയുടെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, മാരിയത്തിൽ കിബിത്തി. ആ പെണ്ണ് മരിച്ച ഒരു പെണ്ണിനെ പ്രസവിച്ചു, ഇബ്രാഹിം എന്ന മറ്റോ പേരതിന്റെ. അതും സംശയത്തിന്റെ നിഴലിലാണ്. എന്നിട്ട് നബിക്ക് അള്ളാഹു കുഫൈത്ത് നൽകിയിട്ടുണ്ട്. 40 പുരുഷന്റെ കുതിരശക്തിയുള്ള സാധനമാണത്. ഇപ്പതാ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആപ്പിള് കിട്ടിയെന്ന്. ആപ്പിളിന്റെ നീര് കാരണം ഉണ്ടായതാണ് ഫാത്തിമ എന്ന്. ആപ്പിള് കഴിച്ചിട്ട് ഖദീജയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഖദീജ ഗർഭിണിയായത് എന്ന്. അനസ് പറയുന്നു മുഹമ്മദിന് 30 പുരുഷന്റെ ശക്തിയുണ്ട് എന്ന്. എന്നിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ച പെണ്ണുങ്ങളെ ഇദ്ദേഹത്തിന്റെ മരണശേഷം ആരും വിവാഹം കഴിക്കരുത് എന്ന് ഖുർആനിൽ ആയത്ത് ഇറക്കി. ഇതൊക്കെ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ കാലഘട്ടത്തില് ഒരാളും നിങ്ങൾ ഈ പറയുന്ന വസ്തുതകളൊന്നും അംഗീകരിക്കില്ല. അവര് തിരിച്ച് നിങ്ങളോട് ഒന്നിന് പുറമെ 1000 ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാടെണ്ണം വന്നിട്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങ് കൊല്ലടാവേ. നിങ്ങൾ എത്ര പേരെ കൊന്നിട്ടാണ് ഈ മതത്തെ, ഈ സെക്സ് ഇസ്ലാമിനെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഷെരീഫേ, ഭ്രാന്താശുപത്രിയിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ ഉമ്മാടെ കയ്യും കാലും കെട്ടിക്കൊണ്ടിടാ പോ, വേണമെങ്കിൽ നീയും പോയി എൻ്റെ ഒരു മൂലയ്ക്ക് കിടക്ക്. ഉള്ള കാര്യം പറയുമ്പോഴേ ഇവനൊക്കെ അങ്ങ് തുള്ളലാണ്. പിന്നെ നല്ല തന്തയ്ക്ക് ജനിക്കണം, നല്ല വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും കിട്ടി വളർന്നാൽ മാത്രമേ പറയുന്നതിന് വസ്തുതകൾ ഉണ്ട് എന്ന് മനസ്സിലാവൂ. നുണയും പറഞ്ഞ് ഇസ്ലാമിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോഴേ ആരെങ്കിലും ഒരാൾ വരണ്ടേ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് രാത്രി ലൈവ് പുനരാരംഭിക്കാം. ഇപ്പോൾ കുറേ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. ഇനിയിപ്പോൾ പനിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ശിക്ഷയാണെന്ന് പറയും. ഈ പനി പിടിച്ച് എല്ലാവർക്കും അള്ളാഹു ഇങ്ങനെ ശിക്ഷ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? ശരിയെന്നാ നമുക്കിനിയും അടുത്ത ദിവസം തുടരാം. 3152 ആളുകൾ നിൽക്കുമ്പോൾ ലൈവ് അവസാനിപ്പിക്കേണ്ടി വരിക. ശരി, ക്ഷമിക്കണം. നമുക്ക് രാത്രി തുടരാം. നന്ദി.